എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു. എല്ലാവരും വിഷുക്കണി കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ചെറിയൊരു കണി ഒരുക്കി. കുഞ്ഞിയുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് കുഞ്ഞ് ആകപ്പാട് വല്ലാത്ത ത്രില്ലിങ്ങിലാണ്. ഇതെല്ലാം കണ്ടപ്പോൾ വിളക്കും പഴങ്ങളും പൂക്കളും എല്ലാം കണ്ടതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുവാണ്. അതിലൊരു പൂ എടുത്താണ് ഈ കുരുത്തക്കേട് കാണിക്കുന്നത്. അതിനെ അങ്ങോട്ടൊന്നെറിയും ഇങ്ങോട്ടൊന്നെറിയും. അങ്ങനെ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വെളിയിൽ തനുവും അവിടെ അച്ചാച്ചിയും കൂടെ പൂത്തിരി കത്തിക്കുകയാണ്. എന്നെ വിളിച്ചു. എനിക്ക് ഈ തിരിയും കുന്തമൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. വെളുപ്പിനെ ഇവരിത് കത്തിച്ചത് കൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ ഭംഗിയിൽ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കണമായിരുന്നു. അതിൻ്റെ തിരക്കിലോട്ട് പോയി. കുഞ്ഞിയുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് അപ്പം ചെറിയൊരു വിഷു സദ്യ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ കൂടെ കുഞ്ഞിയുടെ ചോറ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലായിരുന്നു. അപ്പം കുഞ്ഞിക്ക് പ്രത്യേകമായിട്ടൊരു ചെറിയ ഇലയൊക്കെ ഇട്ട് ഒരിച്ചിരി പപ്പടവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി. ഇലയും ചോറൊക്കെ കണ്ടപ്പോഴത്തേക്കിന് കുഞ്ഞിയുടെ കൺട്രോൾ പോയി. കുഞ്ഞ് പോയി ആദ്യം പോയി ഇരുന്നിട്ട് അവിടെ ചേച്ചി അടുത്തിരിപ്പുണ്ടായിരുന്നു. അവളെ നോക്കി ചിരിച്ച് എന്തുവാ ഏതുവാ എന്നൊന്നും അറിയത്തില്ല. ഒരു പിടി ചോറൊക്കെ എടുത്ത് ഞെരടി പിഴിഞ്ഞ് നല്ല രസമായിരുന്നു. കുഞ്ഞിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഒന്ന് നോക്കും. ഒരു 2 ഉരുള ചോറ് തിന്നും. പിന്നെ എല്ലാവരും ഒന്ന് നോക്കും. അതിന് കറി കൂട്ടി തിന്നണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് പിഴിഞ്ഞതെല്ലാം ദേഹത്ത് വീഴുമായിരുന്നു. ഞങ്ങളെല്ലാം കണ്ട് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് തനുവാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കളിയാക്കുകയൊക്കെ ചെയ്യും. അയ്യേ ഇതെങ്ങനെയാണെന്ന് തിന്നുന്നതെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. കുഞ്ഞിക്ക് അതൊന്നും വിഷയമല്ല. ഇതൊന്നും എൻ്റെ വിഷയമല്ല സാറേ എന്നുള്ള രീതിയിലുള്ള ഇരുത്തൊക്കെയാണ്. അപ്പോൾ തനുവാണെങ്കിൽ കുറച്ച് ചോറൊക്കെ വാരി കൊടുത്ത് അതൊക്കെ മാക്കം കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും ഒന്ന് നോക്കും. എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പുള്ളിക്കാരി. എന്നിട്ട് ചുറ്റിനൊക്കെ നോക്കും. അങ്ങനെ കുഞ്ഞി ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് തനു വീണ്ടും വാരി കൊടുത്തു. അങ്ങനെ ഉച്ചയോടെ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും വിഷു ആശംസകൾ. ഓക്കെ, ബൈ ബൈ.